ഹലോ, ഞാനിപ്പോ വന്നതേ ഉള്ളൂ. അദ്ദേഹം പോയിരിക്കുകയാണ്. ഇവിടില്ലേ? ഇല്ലല്ലോ. ഓഹോ, ബോംബെക്ക് പോയതാ. നമസ്തേ. ഞാൻ ഈ വഴി വന്നപ്പോ തമ്പുരാനെ കണ്ട് വിവരം പറയാമെന്ന് കരുതി. ഫോൺ ചെയ്തതിന് ശേഷം നേരിട്ട് വരാമെന്ന് തോന്നി. ഇവിടെ ക്യാമ്പ് ചെയ്ത് സർവേ നടത്തിയാൽ മതി എന്ന് കേന്ദ്രം സമ്മതിച്ചു. 6 മാസമെന്ന് അവർ പറഞ്ഞാൽ ഞാനതൊരു കൊല്ലമാക്കും. പ്രയാസപ്പെട്ട് ചിരിക്കരുത്. എനിക്കറിയാം നാം ഇപ്പോ സ്റ്റേജ് നിൽക്കുന്ന പോലെ. ഞാനിന്ന് സ്ഥലം മാറി. വീടൊന്ന് വിളിക്കാൻ വയ്യ. വീടിന് ഫർണിച്ചറും പാത്രങ്ങളും മുറികളും മാത്രം പോരല്ലോ. പിന്നെ നാളെ ഡോക്ടർ മത്തായിയും ഫിനാൻസ് സെക്രട്ടറിയും ക്ഷണിച്ചിട്ടുണ്ട് വിത്ത് ഫാമിലി. ഇന്ന് ചാർജ് എടുത്ത എന്റെ നാളന്റെ വൈഭവവും കാണാം. നാളെ എന്റെ വീട്ടിൽ ഡിന്നർ. വരണം. അദ്ദേഹം ഇല്ലല്ലോ. ഈവനിങ് ഫ്ലൈറ്റിന് വരില്ലേ? ഓഫീസിൽ നിന്ന് പറഞ്ഞു. അദ്ദേഹം വരും. മിസ്സസ് രാജ്യം വരണം. എന്റെ ഒഴിഞ്ഞ വീട്ടിലും അല്പം മാധുര്യവും പ്രകാശവും ഉണ്ടാകട്ടെ. കുറച്ചു മണിക്കൂറാണെങ്കിലും. ഞാൻ പോയിട്ട് വരാം. തിരക്കില്ലാത്തൊരു ദിവസമായിരുന്നെങ്കിൽ പാതിരാ വരെ ഇവിടെ ഇരിക്കായിരുന്നു. ഞാൻ വരാം. ഹാവ് എ ഡ്രിങ്ക്. പിന്നെ ഞാൻ അരമണിക്കൂറിൽ വരാം. ഉടനെ വരുമല്ലോ. ഞാൻ വെയിറ്റ് ചെയ്യും. ഓക്കെ, പോകാം. തൃശ്ശൂരിലാ നല്ലത്. അവിടുത്തെ പണിക്കാരാ നല്ലത്. കൂലി അല്പം ജാസ്തിയാവുന്നേ ഉള്ളൂ. ഞാൻ ഗോപാലപിള്ളയുടെ കടയിൽ നിന്നാ വാങ്ങാറ്. അയ്യോ, അവിടുത്തെ സ്വർണ്ണം മോശം അത്ര. എല്ലാരും പറയുന്നല്ലോ. എന്തോ ഹസ്ബൻഡിന് വലിയ ഫ്രണ്ടാ. എപ്പോഴും വീട്ടിൽ വരും. ഞാൻ ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞു, കേൾക്കണ്ടേ? എന്നിട്ട് ഇപ്പോ ഡൽഹിയിൽ നിന്ന് എൻക്വയറി വന്നപ്പോഴാ സെക്രട്ടേറിയറ്റിലുള്ള ഓരോരുത്തരുടെ കണ്ണു തള്ളിപ്പോയത്. എനിക്കിനി ഒരു ഡെപ്യൂട്ടേഷൻ വേണ്ട. ഫാറ്റാ. മിസ്സസ് രാജ, ഒരു ഫോൺ കോൾ. എക്സ്ക്യൂസ് മീ. ആരുമില്ല. വിളിച്ച തന്നെയാ. അത് കഴിഞ്ഞു. മിനിറ്റ് ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടിയാ. ആ ബോർ എനിക്ക് ഇഷ്ടമല്ല. ഒരു നാട്ടു നടപ്പിന് വേണ്ടി കുറച്ചു നേരം ക്ഷമിക്കണം. എനിക്ക് വേണ്ടി. സോറി. ഡോക്ടർ രാജ വിളിച്ചത് നന്നായി. അദ്ദേഹത്തെ കാത്തിരുന്നെങ്കിൽ നമ്മൾ ലേറ്റ് ആയെന്നെ. മിസ്സസ് രാജ വളരെ സൈലന്റ് ആണല്ലോ. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് വേറെ ആർക്കും ചാൻസ് കൊടുക്കില്ലല്ലോ. മിസ്സസ് രാജ, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. ഞങ്ങൾക്ക് എളുപ്പം. വെരി കൈൻഡ് ഓഫ് യു. തമ്പുരാൻ ഉടനെ വരാമെന്ന് പറഞ്ഞു. മക്കൾ തനിച്ച പണിക്കാരും കൂടി ഇല്ലേ വീട്ടിൽ? ഡോണ്ട് വറി. തമ്പുരാനെ വെയിറ്റ് ചെയ്യണമെന്നില്ല.
എനിക്കൊരു ഹാബിറ്റ് ആയിരിക്കും, ഊണ് കഴിച്ച് ഉടനെ കിടന്നില്ലെങ്കിൽ പിന്നെ ഉറക്കം വരില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വരട്ടെ. ഗുഡ് നൈറ്റ്. ഡോക്ടർ രാജു തന്നെയാണ് വിളിച്ചത്, പക്ഷേ അദ്ദേഹം വരുന്നില്ല. ഡോണ്ട് വറി, സുഖകരമായ ഒരു ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, തിരിച്ച് വീട്ടിൽ കൊണ്ടെത്തിക്കാൻ. പോകാം. കുട്ടാ, ഞാൻ പുറത്തു പോയിട്ട് വരാം. വരൂ. നമ്മൾ എങ്ങോട്ടാണ്?